നമസ്കാരം. നിമിഷ നേരം കൊണ്ട് ലോകം ഞെട്ടിത്തരിച്ച ഒരു പ്രഖ്യാപനവുമായി ഇറാൻ രംഗത്ത്. അമേരിക്കയുടെ പറക്കും റഡാർ സംവിധാനം, അതായത് അവരുടെ ആകാശത്തിലെ കണ്ണുകൾ തന്നെ തകർത്തു കളഞ്ഞുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഗൾഫ് മേഖലയിൽ നിലയുറപ്പിച്ച അമേരിക്കൻ സേനയ്ക്ക് ഇത് വലിയൊരു തിരിച്ചടിയാണെന്നാണ് ഇറാൻ പറയുന്നത്. കരയുദ്ധത്തിന് അമേരിക്ക ഒരുങ്ങുകയാണെങ്കിൽ ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് നിർണായക വിവരങ്ങൾ കൈമാറേണ്ടിയിരുന്ന ഈ വിമാനം തകർത്തത് അവരുടെ കരുത്തിനെ ചെറുതായിട്ടൊന്നുമല്ല ബാധിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വാർത്ത അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഈ മിന്നലാക്രമണ വാർത്ത പുറത്തു വരുന്നതിന് പിന്നാലെ സിറിയയിലെ അമേരിക്കൻ താവളമായ ഖസ്രാഖും തകർത്തുവെന്ന് ഇറാൻ വ്യക്തമാക്കി. അമേരിക്കയുമായി ബന്ധമുള്ള സർവകലാശാലകളെയും ഇസ്രായേലുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളെയും ആക്രമിക്കുമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം ഗൾഫ് മേഖലയിൽ കഴിഞ്ഞ രാത്രിയും ആക്രമണ പരമ്പരകൾ തുടർന്നു. ലബനനിൽ ഇസ്രായേൽ ഹെലികോപ്റ്ററുകളും ടാങ്കുകളും തകർത്തുവെന്ന് ഹിസ്ബുള്ള അവകാശപ്പെടുന്നുണ്ട്. യുദ്ധം 28ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും സമാധാനത്തിന്റെ ഒരു ചെറുതരി വെളിച്ചം പോലും എവിടെയും കാണാനില്ല എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇറാന്റെ നഗരങ്ങളായ ടെഹ്റാനടക്കം മിസൈൽ വർഷമുണ്ടായെന്നും ആയുധപ്പുരകളും താൽക്കാലിക കമാൻഡ് സെന്ററുകളുമാണ് ലക്ഷ്യമിട്ടതെന്നും അമേരിക്കൻ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ജനവാസ മേഖലകളിലടക്കം വലിയ സ്ഫോടനങ്ങൾ നടന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കെട്ടിടങ്ങൾ ആളിക്കത്തുന്ന ഭീകര ദൃശ്യങ്ങളും ഖുസെസ്താൻ പ്രവിശ്യയിലെ ജലസേചന സംവിധാനങ്ങൾ തകർന്നതിന്റെ വിവരങ്ങളും പുറത്തു വരുമ്പോൾ ഈ യുദ്ധം സാധാരണ ജനങ്ങളെ എത്രമാത്രം ദുരിതത്തിലാക്കുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇറാനിൽ ആഴ്ചകൾ നീണ്ടുനിൽക്കുന്ന ഒരു കരയുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നാണ് റിപ്പോർട്ട്. സ്പെഷ്യൽ ഓപ്പറേഷൻസ് ട്രൂപ്പുകളെ ഉപയോഗിച്ച് ഖാർക്ക് അടക്കമുള്ള ദ്വീപുകൾ നിയന്ത്രണത്തിലാക്കാനാണ് അമേരിക്കയുടെ നീക്കമെന്ന് സൂചനയുണ്ട്. ഇതിനോടകം 3500 സൈനികരുമായി USS ട്രിപ്പോളി എന്ന കപ്പൽ പശ്ചിമേഷ്യയിൽ എത്തിക്കഴിഞ്ഞു. എന്നാൽ അമേരിക്കയുടെ ഈ പടയൊരുക്കത്തിന് ഇറാൻ നൽകിയ മറുപടി മറ്റൊന്നായിരുന്നു. ഇറാൻ മണ്ണിൽ കാലുകുത്തിയാൽ ശവപ്പെട്ടിയിലായിരിക്കും മടക്കം. ഇത് കേവലം ഭീഷണിയാണോ അതോ ഒരു ഉറച്ച തീരുമാനമാണോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ സംഘർഷത്തിൽ എന്തായാലും 3000-ലേറെ പേർ കൊല്ലപ്പെട്ടുവെന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെ കണക്ക്. ഇതിൽ 1500ഓളം പേർ സാധാരണക്കാരാണ്. യമനിലെ ഹൂതി വിമതരും യുദ്ധത്തിൽ പങ്കുചേർന്നതോടെ ഇസ്രായേലിന് മുന്നിൽ ഒരു മൂന്നാം പോർക്കളം കൂടി തുറന്നിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി 2 തവണയാണ് യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം ഉണ്ടായത്. ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ കടുത്ത ക്ഷാമം ഇസ്രായേൽ നേരിടുന്നതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലബനനിലേക്ക് സിറിയ വഴി ആക്രമണം നടത്തുന്നതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.